അനിൽകുമാർ, താങ്കൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ചർച്ച തുടങ്ങിയിരുന്നു. ഇന്നത്തെ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താങ്കൾക്കും അറിയാവുന്ന വാർത്ത തന്നെയാണിത്. ഈ കേസിൽ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ കേട്ടുകൊണ്ടാണ് താങ്കൾ വന്നത്. നല്ല കാര്യം. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിട്ട് ആ ഇടക്കാല ഉത്തരവിലെ കണ്ടന്റ്, കാരണം UDFന്റെ ഭരണകാലത്തെ ആ കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വന്ന നാടകീയമായൊരു മാറ്റം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദിവസമാണ്. ഈ രാത്രി അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പകരം SIT പരാജയമാണ്, 90 ദിവസം കൊണ്ട് FIR സമർപ്പിച്ചില്ല, അത് വലിയ വിട്ടുവീഴ്ചയാണ്, പിണറായി വിജയനെ അടക്കം ചോദ്യം ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. താങ്കളിലേക്ക്. ശബരിമലയിലെ ഒരു മോഷണം നടന്നുവെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഒരു മോഷണമാണോ പല മോഷണമാണോ എന്നുള്ളതാണ് പ്രധാനം. അത് ഒരു പോറ്റി മാത്രമാണോ, പോറ്റിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായിട്ടൊരു മോഷണം ഉണ്ടായാൽ പോലീസ് അന്വേഷിക്കുന്നത് അകത്തുള്ളവരാണോ പുറത്തുള്ളവരാണോ മോഷണം നടത്തിയത്. അപ്പോൾ അകത്തുള്ളവരാണ് നടത്തിയതെങ്കിൽ ആ നിലയിലാണ് അന്വേഷണം പോവുക. പുറത്തുള്ളവരാണ് നടത്തിയതെങ്കിൽ പുറത്തുള്ളവർ എന്ന തരത്തിൽ പരിശോധിക്കും. ഇവിടെ എന്താ കണ്ടെത്തിയത്? ശബരിമലയുമായി ഒരു ബന്ധവുമില്ലാത്ത, നിയമപരമായൊരു ബന്ധവുമില്ലാത്ത 3 ആളുകൾ. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, വന്ന് തൊഴുതു പോകാനുള്ള അവകാശത്തിനപ്പുറത്ത് മറ്റൊന്നും ശബരിമലയിൽ പോറ്റിയ ആളല്ല, ഒരു രേഖയിലും പോറ്റിയുടെ പേരില്ല. 2 ഗോവർദ്ധൻ, അദ്ദേഹവും ശബരിമലയിൽ വന്നു പോകുന്നൊരു ഭക്തനപ്പുറം മറ്റൊന്നല്ല. പങ്കജ് ഭണ്ഡാരി. ഈ 3 ആളുകളാണ് മോഷണത്തിൻ്റെ പ്രധാന കേന്ദ്രം. അപ്പോൾ ഇവരകത്തുനിന്നാണോ പുറത്തുനിന്നാണോ മോഷ്ടിച്ചത്? ഇതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരകത്തിരുന്നു കൊണ്ടാണ് മോഷണം നടത്തിയത്. ഇവരകത്ത് കയറിയത് എപ്പോഴാണ്? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന മുമ്പ് തന്നെ ഈ തസ്കര സംഘം ശബരിമലയ്ക്കുള്ളിലുണ്ടായിരുന്നു. അവരെ ശബരിമലയുടെ ഉള്ളിൽ ഒളിപ്പിച്ചതാരാണ്? ഒന്ന്, അകത്ത് കയറാൻ സഹായിച്ചത് UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. 2, ശബരിമലയുടെ തന്ത്രിയുടെ പ്രഭാവലയത്തിലാണ് ഈ കള്ളന്മാർ അവിടെ മേഞ്ഞു നടന്നത്. ഈ തസ്കര സംഘത്തെ ആരെങ്കിലും രാഷ്ട്രീയമായി ദത്തെടുത്തിരുന്നോ, രാഷ്ട്രീയമായി അംഗീകരിച്ചിരുന്നോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തസ്കര സംഘത്തെ സ്വീകരിച്ചിരുന്നോ? ഇല്ല. ഈ തസ്കര സംഘത്തെ ശബരിമലയുടെ പ്രതിനിധികളാക്കുകയാണ് UDF ചെയ്തത്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ന് ബഹുമാനപ്പെട്ട ആൻ്റോ ആൻ്റണി പറഞ്ഞിരിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ബെല്ലാരി ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ തസ്കര സംഘത്തിലെ മോഷണ സ്വർണം വാങ്ങിച്ചയാളെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതേ കോൺഗ്രസ് നേതാക്കൾ കർണാടക വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ സവിധത്തിലെത്തിയത്. ഇതല്ലേ ബഹുമാനപ്പെട്ട ആൻ്റോ ആൻ്റണിയുടെ വാദം? അപ്പോൾ നമുക്കിതൊരു നാൾ വഴിയുണ്ട്. എന്താണ് നാൾ വഴി? 2004 അമ്പലപ്പുഴക്കാരനായ ശ്രീ പോറ്റിയുടെ, മറ്റൊരു പോറ്റിയുടെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറുന്നത്. 2014 അദ്ദേഹം വന്നപ്പോൾ ബഹുമാനപ്പെട്ട തന്ത്രി, അതേ താന്ത്രിക സ്ഥാനം വഹിച്ചിരുന്ന കർണാടകത്തിലെ ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നിലയ്ക്കാണ് പോറ്റിയെ തന്ത്രി അവിടെ കൊണ്ടുവന്നത്. 2007 ആയപ്പോൾ ഈ പോറ്റിയെ തന്ത്രിക്കൊപ്പം ശ്രീകോവിലിൽ നമ്മൾ കണ്ടു. അപ്പോൾ UDFൻ്റെ ഭരണസമിതിയാണ്. അന്ന് G. രാമൻ നായരാണ്. അന്നത്തെ മന്ത്രിമാരാരൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ പേര് പറയുമ്പോൾ KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം LDF ഭരണം വന്നപ്പോഴും അവിടെ G. രാമൻ നായരുണ്ട്, ദേവസ്വം ബോർഡ്. ആ ഭരണസമിതിയെ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ പിരിച്ചുവിട്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹൈക്കോടതി കേസ് വന്ന് ഓർക്കുന്നുണ്ടോ? ജസ്റ്റിസ് സദാശിവം ഒരു ഓർഡിനൻസിൽ ഒപ്പിട്ടില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. എന്താണ് ഇവരുടെ കാലാവധി 3 കൊല്ലമാക്കണം. ജസ്റ്റിസ് സദാശിവം ഒപ്പിട്ടിട്ടില്ല ഈ അഴിമതി ബോർഡിനെ പുറത്താക്കാൻ. ഇതൊക്കെ ചരിത്രം. അടുത്തത് 2014, ഇപ്പം അന്വേഷണത്തിലേക്ക് പോയി. എന്താണ് കാരണം? പഴയ കുടിമരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട PK ചന്ദ്രാനന്ദൻ്റെ കാലത്ത്, പ്രാക്കുളം വാസിയുടെ കാലത്ത്
അവിടെ കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. അതിൻ്റെ തറയെന്ന് പറയുന്നത് കല്ലാണ്, പഞ്ചവർഗ തറയെന്ന് പറയും. ആ തറയിൽ കൊമരം സിൽക്സ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തെ കൊണ്ട് സ്വർണ്ണ കളറുള്ള പെയിൻ്റ് അടിപ്പിച്ചു. തന്ത്രി അന്നത് അറിഞ്ഞിരുന്നില്ല. തന്ത്രി വന്ന് കണ്ടപ്പോൾ തന്ത്രി അതിനെ എതിർത്തു. മോഹൻ അദ്ദേഹം എതിർത്തു. അവസാനം ഒരു ഒറ്റ രാശി പ്രശ്നം വെച്ചു. ആ പ്രശ്നത്തിൽ കണ്ടെത്തിയത് ഇത് ജീർണിച്ചിരിക്കുന്നു, എന്നിട്ടോ ചിത കൂട്ടി ദഹിപ്പിക്കണം. അത് വെച്ചിട്ട് ഇത് തടിയാണെന്ന് കരുതിയിട്ടാണ് ഒറ്റരാശി പ്രശ്നത്തിലെ വിധി. അവസാനം പൊളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലായത്. 71 സ്ഥാപിക്കപ്പെട്ടതാണ്. 71 സ്ഥാപിക്കപ്പെട്ട കോൺക്രീറ്റിൽ ചെതലിരിക്കുമോ? ഈ കള്ള കഥയുണ്ടാക്കിയിട്ട് എന്താ ചെയ്തത്? എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് ഈ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ പുസ്തകത്തിലൊരു വാചകം എന്താണെന്നറിയാമോ? ഏതാണ്ട് 2.5 കോടി മുടക്കിയ ആന്ധ്രാപ്രദേശിലൊരു സ്ഥാപനം, അതിൻ്റെ ചുമതലക്കാരായ 2-3 ആളുകൾ അവിടെ താമസിക്കുകയാണ് ഈ കൊടിമരം സ്ഥാപിക്കാൻ. അപ്പോൾ അവർ തങ്ങളീ പണം മുടക്കിയെന്ന് പുറത്ത് പറയരുത്. ആ പുസ്തകത്തിൽ പറയുകയാണ്, ഇരുചെവി അറിയാതെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടു. അപ്പോൾ ആരൊക്കെയാണ്? ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് MLA അല്ലേ? ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടല്ലോ. അന്ന് കൊടിമരം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയിരുന്നല്ലോ. ആരുടെയൊക്കെ പൊന്ന് വാങ്ങിച്ചു കൂട്ടി? എത്ര സ്വർണം കുറവുണ്ട്? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ C കുറുപ്പായിരുന്നു. അദ്ദേഹം ഈ പോറ്റിയെ പിന്തുണയ്ക്കുന്ന ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത്. മനസ്സിലാക്കേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ മോഷണം നടത്തിയ വ്യക്തിയെ അവിടെ സ്ഥാപിക്കുന്നതിൽ കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഭാഗത്തും പിശകുണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടണം. ഞാൻ ഒരു ചിത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളതാണ്. അവിടുത്തെ കൊടിമര പൂജയുമായി ബന്ധപ്പെട്ട് പോറ്റിക്ക് എന്താ പങ്ക്? അജയ് തറയിലും പോറ്റിയും പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുന്ന ചിത്രം 2014 അല്ലേ? അതിനാണോ പിണറായി വിജയൻ രാജിവെക്കേണ്ടത്? 2017 UDFിൻ്റെ ബോർഡിൻ്റെ കാലത്തല്ലേ ഈ കാര്യങ്ങൾ? വാജിവാഹനം കൈമാറാൻ പാടില്ല, അത് ദേവസ്വത്തിൻ്റെ സ്വത്താണെന്ന് ശ്രീ രാജഗോപാലൻ നായരുടെ കാലത്ത് കൃത്യമായി ദേവസ്വത്തിൻ്റെ മാനുവലിൽ ഉത്തരവുള്ളതല്ലേ? അതിന് വിരുദ്ധമായിട്ടല്ലേ ഇത് കൈമാറിയത്? കേസെടുക്കണ്ടേ? ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അന്ന് ലോകം മുഴുവൻ നടന്ന് പിരിച്ച പണം മുഴുവനായി കൊടിമരത്തിന് ചെലവഴിച്ചിട്ടില്ല. ആ സ്വർണ്ണം അവിടെ ചെലവഴിച്ചിട്ടില്ല. ആ സ്വർണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. സ്വർണം ഊറ്റിയിരിക്കുന്നു. അത് കൊടുത്തവരുടെ മൊഴിയെടുക്കാനാണ് ഊറ്റിയത് ദ്വാരപാലകല്ല. ആദ്യമായിട്ട് കൊടിമരം ഊറ്റ്, അതെ, ആദ്യമായിട്ട് സ്വർണം ഊറ്റിയത് നമ്മുടെ ദ്വാരപാലക ശില്പത്തെയല്ല, അതുപോലെ തന്നെ കട്ടളപ്പാളിയിലെയല്ല, വാതിലല്ല. സ്വർണം ഊറ്റിയത് കൊടിമരത്തിലെയാണ്. അപ്പോൾ കൊടിമരത്തിലെ സ്വർണം ഊറ്റിയ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടാൻ കുഞ്ഞബ്ദുള്ളയ്ക്ക് പറ്റത്തില്ല. കുഞ്ഞബ്ദുള്ള മുത്താണ്. എന്താ കുഞ്ഞബ്ദുള്ള മുത്താണെന്ന് പറയാൻ കാരണം, ഒരു പാരഡി ഉണ്ടാക്കി. അത് രാഷ്ട്രീയ പാരഡിയാണ്. ആ പാരഡിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ? പോറ്റിയെ കയറ്റിയത് ആരപ്പ. ഉത്തരം എന്താണ്? അതാണിപ്പോൾ ഉത്തരം പറയുന്നത്. 2004 KC വേണുഗോപാലാണ്. അല്ലെങ്കിൽ 2007 അത് G രാമൻ നായരാണ് ദേവസ്വം ബോർഡ്. 2014 അജയ് തറയിലും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും ബോർഡാണ്. അന്നത്തെ ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്താണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കേട്ടില്ല, പകുതി കേൾക്കില്ല. എന്താ പറഞ്ഞത്? ശബരിമലയിലെ ആൾക്കാരെന്ന് പറഞ്ഞ് ഇവരവിടെ ചെന്നു സോണിയാഗാന്ധിയുടെ വീട്ടിൽ. ഈ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എന്നാണ് ശബരിമലയിലെ ആൾക്കാരായത്? ആരുടെ വാദമാണ്? KPCC പ്രസിഡൻ്റെ വാദമാണ്. അപ്പോൾ പോറ്റിയെ ശബരിമലയിൽ മാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിലും കൊണ്ട് കയറ്റിയത് ശബരിമലയുടെ പ്രതീകവും പ്രതിനിധികളും.